ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. S3 ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലെ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് എന്ന സബ്ജക്റ്റിലെ നമ്മളതിൽ കുറേ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് കവറപ്പ് ചെയ്യാൻ പോണേ. നമുക്കിനി അറിയുന്ന എക്സാം വളരെ അടുക്കാൻ പോവുകയാണ്. സോ അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഈ പറയുന്ന ഫുൾ എൻ്റെ സബ്ജക്റ്റിൽ 4 മൊഡ്യൂൾസ് നമുക്ക് എന്തൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ നമ്മൾ ആദ്യം ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതാണ് പഠിക്കാൻ കുറച്ചും കൂടി എളുപ്പം. മേ ബി ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് മൊഡ്യൂൾ നമുക്ക് ആദ്യം തുടങ്ങേണ്ടത്, ഇല്ല എന്തൊക്കെ പഠിച്ചുകൊണ്ട് പോയാൽ എനിക്കൊരു മിനിമം പാസ് മാർക്കെങ്കിലും മേടിക്കാൻ പറ്റും, അങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. ആ പറയുന്ന കൺഫ്യൂഷൻ എല്ലാം ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഈ സെഷൻ കൊണ്ട് പ്ലാൻ ചെയ്യണേ. ഓക്കെ, അപ്പോൾ ആദ്യം അറിയണം, നമുക്കറിയാം യൂണിവേഴ്സിറ്റി എക്സാമിന് ഏത് രീതിയിലാണ് അത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്. നിങ്ങളുടെ ടോട്ടൽ 4 മൊഡ്യൂളാണുള്ളത്. ഓരോ മൊഡ്യൂളിൽ നിന്നും മസ്റ്റ് ആയിട്ടും ഒരു 2 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ ക്വസ്റ്റിൻ്റെയും മാർക്ക് 3 ആയിരിക്കും. ഫൈൻ. പിന്നെ എന്തുണ്ടാവും, പാർട്ട് ബിയിൽ ഓർ ക്വസ്റ്റ്യൻ ആണ് 9 ക്വസ്റ്റ്യൻ മാർക്കുള്ള 2 ക്വസ്റ്റ്യൻസ്. ചിലപ്പോൾ എന്താവും, മേ ബി സബ് ഡിവിഷൻ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്ക് എക്സാം ചെയ്യാം, ഒരു മോഡ്യൂൾ 1 M1 നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 1 3 മാർക്ക് ഉണ്ടാവും. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 2 എഗൈൻ 3 മാർക്ക് ഉണ്ടാവും. രണ്ടും പാർട്ട് എ ആണ്. ഫൈൻ. ദെൻ എന്താവും, പാർട്ട് ബിയിൽ നമുക്കൊരു ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നമുക്ക് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാം, ഒരു 3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓക്കെ, ക്വസ്റ്റ്യൻ 3 മാർക്ക് ഉണ്ടാവും. ദെൻ ഒരു 6 മാർക്കിൻ്റെ ഉണ്ടാവും. അതുപോലെ മേ ബി അതിൻ്റെ ഓർ ആയിട്ട് എഗെയിൻ ഒരു 3 മാർക്ക് ഉണ്ടാവും, എഗെയിൻ ഒരു 6 മാർക്ക് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ ഏകദേശം നമുക്കൊരു 1 2 3 4 5 6 ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഓരോ മൊഡ്യൂളും നമ്മൾ ഫേസ് ചെയ്യേണ്ടത്. 6 ക്വസ്റ്റ്യൻ. ഓക്കെ, അത് 6 ക്വസ്റ്റ്യനിൽ മാക്സിമം ഒരു 4 ക്വസ്റ്റ്യനും മേ ബി ഈ പറഞ്ഞിരിക്കുന്ന ഒരു ഷോർട്ട് ആൻസർ ബേസ്ഡ് ആയിരിക്കാം. 4 ക്വസ്റ്റ്യനും അല്ലെങ്കിൽ ചെറിയ സിമ്പിൾ ടൈപ്പ് പ്രോബ്ലം ആയിരിക്കാം. റിമൈനിങ് 2 ക്വസ്റ്റ്യൻ ആയിരിക്കാം നമ്മുടെ എസ് എ ടൈപ്പിലേക്ക് കയറി വരുന്നത്. ചിലപ്പോൾ ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ മേ ബി 6-3 പകരം സിംഗിൾ ആയിട്ട് ഒറ്റയടിക്ക് ഒരു 9 മാർക്കിന് ഒരു എസ് എ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ആവാം, പോസിബിലിറ്റി ഉണ്ട്. സോ നമുക്ക് മാക്സിമം ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യാം. ടോട്ടൽ ഒരു 6 ക്വസ്റ്റ്യൻ ഉണ്ട് ഓരോ മൊഡ്യൂളിൽ നിന്നും. ആ 6 ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കാം, ഏതൊക്കെ മൊഡ്യൂളിൽ നിന്നാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഈ എസ് എ വരാൻ സാധ്യതയുള്ളത്, നമുക്ക് ഓരോ മൊഡ്യൂൾ വൈസ് ഡീൽ ചെയ്യാം. ഫസ്റ്റ് ടോട്ടൽ നമുക്കറിയാം, ടോട്ടൽ 4 മൊഡ്യൂൾസ് ആണുള്ളത്. ഫൈൻ. ഇസ് മൊഡ്യൂൾ 1 2 3 4. എന്നാൽ ഞാൻ അതിനെ 7 പാർട്ട് ടൈംസ് അല്ലെങ്കിൽ സെഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്തു. 7 സെഷൻ. ജസ്റ്റ് ഓർത്തിരിക്കുക, 7 സെഷൻ മീൻസ് ഫസ്റ്റ് 1 സെമി കണ്ടക്ടർ ഫിസിക്സ് ആണ്. ദെൻ ഇസ് എ ഇന്റർ മോഡ്യൂൾ 1. ദെൻ മോഡ്യൂൾ 2 മെയിൻലി 2 പാർട്സ് ഉണ്ട്, 2 സെഷൻസ് ഉണ്ട്. ഒന്ന് PN ജംഗ്ഷനും BJT, അത് PN ജംഗ്ഷൻ ഡയോഡിന്റെ PN ജംഗ്ഷനും പിന്നെ BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. ദെൻ മോഡ്യൂൾ 3 എന്തായാലും എഗൈൻ ഒരു 3 പാർട്സ് ഉണ്ട്, 3 സെഷൻസ് ഉണ്ട് മോഡ്യൂൾ 3യിൽ. മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട്സ്, MOS കപ്പാസിറ്റർ, ദെൻ MOSFET. ഓക്കെ, ദെൻ ലാസ്റ്റ് മൊഡ്യൂളിൽ ടോപ്പിക് ഉള്ളത് MOSFET സ്കെയിലിംഗ് ആൻഡ് FinFET. അപ്പോൾ MOSFET സ്കെയിലിംഗും ഉണ്ട്, FinFET ഉണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ പറഞ്ഞ സബ്ജക്റ്റിൽ പഠിക്കാനുള്ളത്. ഞാൻ അതിൽ കുറേ ടോപ്പിക്സിന് കളർ ഗ്രീൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ മീനിങ് അത് പഠിക്കാൻ എളുപ്പമാണ്, ഈസിയാണ്, കൂടാതെ തന്നെ ഉറപ്പായിട്ടും എക്സാം ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഇതുവരെ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഫസ്റ്റ് ഞാൻ ഈ ഗ്രീൻ കളർ കൊടുത്ത സെഷൻ ആദ്യം പഠിക്കുക, എന്നിട്ട് യെല്ലോ കളർ പഠിക്കുക, ദെൻ ഈ പറഞ്ഞ ഫസ്റ്റ് 1 പഠിക്കുക. കാരണം ടഫ്നെസ്സിനെ ബേസ് ചെയ്തിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ ഒരു കാരണവശാലും ഈ പറയുന്ന മോഡ്യൂൾ 4 സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മൊഡ്യൂളുമാണ്, കൂടുതൽ ഡെറിവേഷൻ ഒന്നുമില്ല. നമുക്ക് ഈസിലി ഈ പറയുന്ന 15 മാർക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. ഫൈൻ. ദെൻ ഉള്ള മോഡ്യൂൾ 3യിൽ നമുക്ക് മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്റ്റിലും അതുപോലെ MOSFETലും മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട് ഡെറിവേഷൻ ഒന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഒരു ബാൻഡ് ഡയഗ്രം, കുറച്ച് എക്സ്പ്ലനേഷൻ ഉള്ളൂ, സിമ്പിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഉറപ്പായിട്ടും പഠിക്കണം, വിട്ടുപോകരുത്. MOSFET ആണെങ്കിൽ നോർമൽ അതിന്റെ വർക്കിംഗ് ഉണ്ട്, ഒരു 2 ക്യാര വരയ്ക്കാനുണ്ട്, പിന്നെ ഒരു സിമ്പിൾ ആയിട്ടൊരു MOSFETന്റെ കറണ്ടിന്റെ ഒരു ഇക്വേഷൻ ഡെറിവേഷനും ഉണ്ട്. അത് അത്രയും ബുദ്ധിമുട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അതും സ്കിപ്പ് ചെയ്ത് പോകരുത്. ദെൻ ഞാൻ എളുപ്പമായിട്ട് പിന്നെ മാർക്ക് ചെയ്തതാണ് BJT. സെക്കൻഡ് മോഡ്യൂൾ ശരിക്കും 2 പാർട്ടുണ്ട്, PN ജംഗ്ഷൻ ഡയോഡ് ഉണ്ട്, BJT ഉണ്ട്. ഞാൻ പറയാൻ BJT എന്ന ടൈമിൽ ആകെ ക്വസ്റ്റ്യൻ ആയുള്ള 3 ക്വസ്റ്റ്യനെ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ളൂ. ഫസ്റ്റ് 1 ഈ പറഞ്ഞ BJTയുടെ ഈ പറഞ്ഞ ഡിഫറെന്റ് കറന്റ് കമ്പൗണ്ട്സ് ഏതൊക്കെയാണ് അത് മാർക്ക് ചെയ്യാനും ഫിഗറും അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും. പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞ കുറെ പാരാമീറ്റേഴ്സ് ഉണ്ട്, എമിറ്റർ ഇൻജക്ഷൻ എഫിഷ്യൻസി, ദെൻ ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ, ചുമ്മാ α = IC/IB എന്ന സിമ്പിൾ ഇക്വേഷൻ ഉണ്ട്. അത് വെച്ച് വേണമെങ്കിൽ ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം, സിമ്പിൾ ചെറിയൊരു പ്രോബ്ലം വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, പിന്നെ വരുന്നത് അതൊരു ടെർമിനൽ കറണ്ടിന്റെ ഇക്വേഷൻ ഉണ്ട്, അത് കുറച്ച് ഡെറിവേഷൻ ഉണ്ട്. അത് ഈവൻ ടഫാ തോന്നുവാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്താൽ കുഴപ്പമില്ല. പക്ഷെ റിമൈനിങ് വരുന്ന ടോപ്പിക്സ് സ്കിപ്പ് ചെയ്ത് പോകരുത്. ഞാൻ സ്കിപ്പ് ചെയ്യാൻ പറയില്ല, കാരണം കേസ് മേ ബി എസ് ചോദിക്കാം. ഞാൻ പറഞ്ഞത് ഇപ്പം മേ ബി ടൈം ഇല്ല, ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ കേസ് വന്നാൽ മാത്രമേ സ്കിപ്പ് ചെയ്യാവുള്ളൂ. പക്ഷേ എളുപ്പം നോക്കുവാണെങ്കിൽ ഫസ്റ്റ് PN ജംഗ്ഷനേക്കാളും കുറച്ചും കൂടി എളുപ്പമാണ് BJT.
ഞാൻ ആകെ ഈ പറഞ്ഞ 3 to 4 ടോപ്പിക്കേ ഉള്ളൂ. ടോപ്പിക് എന്ന് ഞാൻ പറയുന്നു, ഒന്ന് പറയുന്ന ഏതൊക്കെ കറൻസ് മാർക്ക് ചെയ്യുക, ടെർമിനൽ കറൻസ് മാർക്ക് ചെയ്യാനുള്ളത്, ദെൻ ഈ പറയുന്ന ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്, ഓക്കെ, നമ്മൾ ആൽഫ ബീറ്റ ഗാമ പാരാമീറ്റേഴ്സ്, ദെൻ അടുത്ത ഈ പറഞ്ഞ ടെർമിനൽ കറന്റിന്റെ ഡെറിവേഷൻ ഉണ്ട്, ദെൻ ലാസ്റ്റ് വൺ ബേസ് വിഡ്ത്ത് മോഡുലേഷൻ. ആകെ ഈ പറഞ്ഞ 4 ടോപ്പിക്കുള്ള BJT. ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റി എക്സാമിന് BJT സ്കിപ്പ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ഇടാൻ പറ്റില്ല. ഇവൻ ക്വസ്റ്റ്യൻ ഉണ്ടാകുമ്പോൾ എന്താ, നമുക്ക് ഷുവർ ആണ് ഈ പറഞ്ഞ 4 ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ഓക്കെ, അതാണ് എൻ്റെ അഡ്വാൻറ്റേജ്. ക്ലിയർ? ദെൻ കുറച്ചും കൂടെ ഞാൻ അതോട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടഫ് ആയിട്ട് വേണ്ടിയിട്ട് പറഞ്ഞാണ്, ഒന്ന് ഈ മോസ് കപ്പാസിറ്റർ മൊഡ്യൂൾ 3 കൊടുത്തു. ആ മോസ് കപ്പാസിറ്റർ കുറച്ച് ടഫാന്ന് പറഞ്ഞാലും അതിൽ കുറച്ച് ടഫ് ഉണ്ടെങ്കിലും അതിൽ ഉറപ്പാടും ഷുവറായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക് ഉണ്ട് താനും. അതുകൊണ്ട് അത് സ്കിപ്പ് ചെയ്ത് പോകാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ റെഡ് അല്ല ഇട്ടത്, യെല്ലോ ആണ് ഇട്ടത്. എന്ന് വെച്ചാൽ അതിന് കുറേ ടൈംസ് ഗ്രീൻ ഉണ്ട്, കുറച്ച് എണ്ണം ഉണ്ടാവും, ഈ കുറച്ചും കൂടെ കൂടി ഒരു യെല്ലോയിഷ് ഉണ്ടാവും. അതുകൊണ്ടാണ് യെല്ലോ മാർക്ക് ചെയ്യാൻ കാരണം. ക്ലിയർ? ദെൻ മോഡ്യൂൾ 2 തന്നെ പി ഇൻജക്ഷൻ ഡയോഡ് ഉണ്ട്. അതിലും കുറെ ക്വസ്റ്റൻ നമുക്ക് ഉറപ്പാണ് വന്നിരിക്കും എന്നറിയാം. അവിടെ നമുക്ക് ഈസി നമുക്ക് പഠിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ ഇൻ എഫക്റ്റ് മോഡ്യൂൾ 2, 3, 4 തന്നെ ഒരു മേജർ ടേംസ് അല്ലെങ്കിൽ മേജർ സെഷൻ നമുക്ക് ഈസിലി പഠിക്കാൻ പറ്റുന്നതിനെയാണ്. അത് പഠിച്ചാൽ നമുക്ക് ഷുവർ ആയിട്ട് പാസ്സാവാനും പറ്റും ഈ മോഡ്യൂൾ 2, 3, 4. പക്ഷെ മോഡ്യൂൾ 1 എന്ന് വെച്ചാൽ ലെങ്തി മോഡ്യൂൾ ആണ്. കുറേ ടോപ്പിക്സ് ഉണ്ട്. പക്ഷേ കുറേ ടോപ്പിക്സിൽ കുറച്ചെണ്ണങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ഉണ്ട്. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും എക്സാമിന് ഒരു ക്വസ്റ്റനെങ്കിൽ ചോദിക്കും എന്നുള്ള ഷുവർ ആയിട്ടുള്ള ടൈംസും ഉണ്ട്. സോ അതുകൊണ്ട് മോഡ്യൂൾ 1 ഞാൻ പറയുവാണെങ്കിൽ കുറച്ച് ലെങ്തി ആയതുകൊണ്ട് തന്നെ ഫുൾ പഠിച്ചാൽ സമയം കിട്ടിയില്ലെങ്കിൽ പോലും സെലക്റ്റീവായിട്ട് പഠിക്കാം. അപ്പൊ ഏതൊക്കെ പഠിക്കണം, അല്ലെ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ്, ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഓവറോൾ ഐഡിയ കിട്ടുക 4 മോഡ്യൂൾസ് ഏതൊക്കെയാണ് പാർട്സ് ഉള്ളത്, അത് ഏതൊക്കെ ഓർഡറിലാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. മോഡ്യൂൾ 4 കമ്പൽസറി ആയിട്ടും പഠിച്ചിട്ടേ പോകാവുള്ളൂ. കാരണം ഈസിലി നമുക്ക് 50 മാർക്ക് മേടിക്കാം. ഓക്കെ, ഇനി മോഡ്യൂൾ 1 മൂവ് ഓൺ ചെയ്യാം. മോഡ്യൂൾ 1 വരുന്നത് സെമി കണ്ടക്ടർ ഫിസിക്സിൽ വരുന്നത് ഇത്രയും 8 ടോപ്പിക്കാണ് വരുന്നത്. 8 ടോപ്പിക് സിലബസിലുള്ള ടോപ്പിക് ആട്ടോ. ഇത് ഞാൻ കുറച്ച് എഗെയിൻ അതിനകത്തൊരു ഗ്രീൻ കളർ കാണിച്ചില്ലേ, മീനിങ് എന്താ, മോഡ്യൂൾ 1 ഈ ഫസ്റ്റ് ടോപ്പിക്ക് സ്കിപ്പ് ചെയ്തിട്ട് പോകരുത്. കാരണം ഫെർമി ലെവലും കരിയർ കോൺസെൻട്രേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസും ഉറപ്പായിട്ടും യൂണിവേഴ്സിറ്റിക്ക് ഒരു ക്വസ്റ്റ്യൻ അതിന് എക്സ്പെക്ട് ചെയ്യാം. അതുകൊണ്ട് മോഡ്യൂൾ 1 ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. അതിൽ ഫസ്റ്റ് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. നമുക്ക് ഉറപ്പായിട്ടും അതിന് ടൈം ഉണ്ടാവും. ഓക്കെ, പിന്നെ നമുക്ക് പറയുന്നത് എക്സസ് കരിയർ, ക്യോസി ഫെർമി ലെവൽ, കരിയർ ട്രാൻസ്പോർട്ട്, ഡ്രിഫ്റ്റ്, ഡിഫ്യൂഷൻ, ഇത് കുറച്ച് ലെങ്തി ആയിരിക്കാം. ബട്ട് ഈ പറയുന്ന 4, 5, 6, 7, 8 അതായത് മൊബിലിറ്റി, ഇറ്റ്സ് ടെമ്പറേച്ചർ ആൻഡ് ഡോപ്പിംഗ് കോൺസെൻട്രേഷൻ, ഈ 4th വൺ ഇല്ലേ, ഇത് ഡെറിവേഷൻ ഒന്നും അല്ലാട്ടോ, ജസ്റ്റ് എക്സ്പ്ലനേഷനാ. ഒരു ഗ്രാഫ് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഗ്രാഫ് ഒക്കെ ഈസിലി വരയ്ക്കാൻ പറ്റുന്ന, നമുക്ക് ഈസിലി റിമെമ്പർ ചെയ്യാനും പറ്റും. അപ്പോൾ അത് സ്കിപ്പ് ചെയ്ത് പോരുത്. 4th വൺ ഉറപ്പായിട്ടും പഠിക്കണം. ദെൻ ഹോൾ എഫക്റ്റ്, ഐൻസ്റ്റീൻ റിലേഷൻ, പോയ്സൺ ഇക്വേഷൻ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ. ഓക്കെ, ഇത് നമുക്ക് ഉറപ്പായിട്ടും ഇതിനകത്ത് ഏറ്റവും എളുപ്പം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോയ്സൺ ഇക്വേഷൻ ആകെ സിമ്പിൾ ആണ്. കൂടുതൽ ഡെറിവേഷൻ ഒന്നുമില്ല. ഏറിപ്പോൾ ഒരു 4 to 5 ലൈൻസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈസിലി നമുക്ക് പോയ്സൺ ഇക്വേഷൻ പഠിക്കാം. ഫൈൻ. ദെൻ ഐൻസ്റ്റീൻ റിലേഷൻ ഒരു ഇക്വേഷൻ D/μ=KT/Q, അതും എളുപ്പമാണ് പഠിക്കാൻ. കുറച്ചെങ്കിലും ലെങ്ത് ആയിട്ട് തോന്നുന്നത് ഈ പറയുന്ന ഹോൾ എഫക്റ്റും ഈ കണ്ടിന്യൂറ്റി ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. കുറച്ചെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നണേ. ഓക്കെ, ഞാൻ ഈ കളർ ഇടാൻ കാരണം മോഡ്യൂൾ 1 കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്ത് പോകരുത്. ഫസ്റ്റ് പാർട്ട് ഉറപ്പായിട്ടും പഠിക്കുക. റിമൈനിങ് ഈ സെഷനിൽ നിന്ന് മാക്സിമം പഠിച്ചിട്ട് പോവുക. എല്ലാം പഠിച്ചാൽ അത്രയും നല്ലത്. കാരണം നമുക്ക് ഏത് ക്വസ്റ്റ്യനും കവർ അപ്പ് ചെയ്യാൻ പറ്റും. അതല്ല ടൈം കിട്ടുന്നില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഈ പാർട്ടെങ്കിലും പഠിച്ചിട്ട് പോകാൻ. കാരണം അതുകൊണ്ട് നമുക്ക് മോഡ്യൂൾ 1 അറ്റ്ലീസ്റ്റ് 50% മാർക്കെങ്കിലും നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. 50% മാർക്ക്. സോ ആ ആസ്പെക്റ്റിലാണ് ഞാൻ ഇങ്ങനെ കളർ ഇടാനുള്ള റീസൺ. ക്ലിയർ? ദെൻ അടുത്ത സെക്കൻഡ് മോഡ്യൂളിലേക്ക് പോവാണ്. സെക്കൻഡ് മോഡ്യൂളിലേക്ക് 2 പാർട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ പി ഇൻജക്ഷൻ ആണ്. അപ്പോൾ പി ഇൻജക്ഷൻ ഡയോഡ് തന്നെ വരുന്ന ഇത്രയും ടോപ്പിക്സ് ആണ്. 5 ടോപ്പിക്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഇലക്ട്രിക് ഫീൽഡ്, പൊട്ടൻഷ്യൽ, ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. എന്നാൽ ജസ്റ്റ് എന്താണ് അതിന്റെ ഒരു ഫിഗറും കാര്യങ്ങളോ അതിന്റെ ബാൻഡ് ഡയറും കാര്യങ്ങളോ നമുക്ക് ഈസിലി റിമെമ്പർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ വരുള്ളൂ ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്ന്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഫിഗർ എങ്ങനെയാണ്, പൊട്ടൻഷ്യലിന്റെ ഫിഗർ എന്താണ്, ചാർജ് ഡിസ്ട്രിബ്യൂഷന്റെ ഫിഗർ എന്താണ്. ഓക്കെ, പിന്നെ സെക്കൻഡ് വരുന്നത് ബാൻഡ് ഡയറം ആണ്. ഇക്വിലിബ്രിയം, ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ്, അതും ഈസിലി പഠിക്കാൻ പറ്റുന്നതാ. ഓക്കെ, ദെൻ കുറച്ചെങ്കിലും ഒരു ടഫായിട്ട് തോന്നുന്നത് ഈ തേർഡ് വൺ മാത്രമാണ്, ഡെറിവേഷനാ. പക്ഷെ എക്സാം ചോദിക്കാറുണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാൻ ഒരിക്കലും പറയില്ല, പഠിക്കുന്നത്. പക്ഷെ ക്വസ്റ്റ്യൻ കൂടെ ടഫായിട്ട് തോന്നുന്നതാണ്. പക്ഷെ അതിന് യെല്ലോ കളർ കൊടുത്തിരിക്കുന്നത്. കാരണം പഠിക്കണം, പഠിക്കാതെ പോകരുത്. ഒരു ഡെറിവേഷൻ ആണ്. പക്ഷെ അത് വെച്ചുള്ള പ്രോബ്ലം ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇവൻ ഡെറിവേഷൻ ടഫായിട്ട് തോന്നിയാൽ പോലും അത് കുറച്ച് ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്താൽ നമുക്ക് ഈസിലി പ്രോബ്ലം ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെ ഇക്വേഷൻ വേണമെന്നുള്ളത് നമ്മൾ ഓൾറെഡി സെഷനിൽ പറഞ്ഞേക്കണെയാണ്. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടെ റിപ്പീറ്റ് ആയിട്ട് പറയാം. നമ്മൾ അടുത്ത ഓരോ മോഡ്യൂൾ വൈസ് ഉള്ള ഷോർട്ട് ക്വസ്റ്റ്യനുകൾ പറയുന്നുണ്ട്. അപ്പൊ ആ കുറച്ച് ക്വസ്റ്റ്യൻ റിമെമ്പർ ചെയ്ത് തന്നെ ഒരു 5 to 6 ക്വസ്റ്റ്യൻ മനസ്സിൽ ഓർത്താൽ മതി. നമുക്ക് ഈസിലി ഈ പറഞ്ഞ ഏരിയയിലെ പ്രോബ്ലം ചെയ്യാൻ പറ്റും. പിന്നെ ലാസ്റ്റ് വൺ ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ, ഒരു ഡെറിവേഷൻ ആണ്. അത് എഴുതി തന്നെ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവുക. കാരണം നമ്മൾ ഈ പറയുന്ന മൊഡ്യൂളിൽ സെക്കൻഡ് മൊഡ്യൂളിൽ ഒരു essay ആയിട്ട് ചോദിക്കാൻ
ചാൻസ് കൂടുതലുള്ള 100% ഞാൻ പറയില്ല, ചാൻസ് കൂടുതലുള്ള ഒരു ഡെറിവേഷൻ ആണ് ഈ പറഞ്ഞ ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ. അത് മേ ബി കുറച്ച് ലെങ്തി ആണെങ്കിൽ പോലും നമുക്ക് ഒരു 1-2 തവണ എഴുതി പഠിച്ചാൽ ഈസിലി നമുക്ക് റിമെമ്പർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഈ പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ട് പി എൻ ജംഗ്ഷൻ, ശരിക്കും മൊഡ്യൂളിൽ 2 പാർട്ടുണ്ട്. പക്ഷെ 2 പാർട്ടിലും സിലബസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സിലബസിനകത്ത് 70% ടോപ്പിക്കും കവർ ചെയ്യുന്നത് ഈ പറഞ്ഞ പി എൻ ജംഗ്ഷനും റിമൈനിങ് 30% മാത്രമേ ഈ പറഞ്ഞ BJT വരുവുള്ളൂ. സോ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി എക്സാമിന് ആ രീതി തന്നെയായിരിക്കും. മൊഡ്യൂൾ 2-ലെ 70% ക്വസ്റ്റ്യൻ വരുന്നത് പി എൻ ജംഗ്ഷൻ ഡയോഡ് തന്നെയായിരിക്കും. ഓക്കെ, ദെൻ സെക്കൻഡ് ഏരിയ BJT അല്ലേ. BJT എത്രയാ? BJT നേരത്തെ പറഞ്ഞായിരുന്നു ആകെ ഇത്രയും ടോപ്പിക്കേ ഉള്ളൂ BJTയുടെ കേസിൽ. ഓക്കെ, ഇത്ര ടോപ്പിക്കേ ഉള്ളൂ. പറഞ്ഞാൽ 4 ടോപ്പിക്ക് പറഞ്ഞില്ലേ, യെസ്റ്റർഡേ പ്രോബ്ലങ്ങളെ കൊടുത്തുകൊണ്ടാണ് 5 ടോപ്പിക്ക് വന്നത്. ആകെ 4 ടോപ്പിക്കേ BJTയിലുള്ളൂ. ഉറപ്പാടും അത് ബേസ് ചെയ്ത് നമുക്ക് 30% ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് എക്സ്പെക്ട് ചെയ്യാം. ഇത് സ്കിപ്പ് ചെയ്തിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഇടാൻ പറ്റില്ല. അപ്പൊ എളുപ്പമാണ്. കറന്റ് കമ്പൗണ്ട്സ് ജസ്റ്റ് ഫിഗർ വരയ്ക്കുക, പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യുക. ദെൻ കീ പാരാമീറ്റർ ആൽഫ ബീറ്റ ബേസ് ട്രാൻസ്പോർട്ട് ഫാക്ടർ ഒക്കെ ഇല്ലേ, ആ സിമ്പിൾ ഇക്വേഷനാണ്, കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ചുമ്മാ IC/I എന്നോ അല്ലെങ്കിൽ ആ പറഞ്ഞ I/IV എന്നുള്ള സിമ്പിൾ ഇക്വേഷനെ വരുള്ളൂ. ദെൻ വരുന്ന പ്രോബ്ലംസ് ഈ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഇക്വേഷൻ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസേ വരുള്ളൂ, അല്ലെ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലംസ് ഒന്നും ഇല്ല ആരും. ദെൻ എളുപ്പമുള്ള ടോപ്പിക്കാണ് ബേസ് വിഡ്ത്ത് മോഡുലേഷൻ, ഒരു തിയറി ആയിട്ട് വരുന്നതാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന കളക്ടർ ബേസിലെ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ബേസ് ചെയ്ത് ബേസിന്റെ വിഡ്ത്ത് വേരി ചെയ്യുക, മോഡുലേറ്റ് ചെയ്യുക. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്, കാരണം മോഡുലേഷൻ എന്ന കീവേഡ് ഉള്ളതുകൊണ്ട് മനസ്സിലാവും. മോഡുലേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാ, വേറൊരു പാരാമീറ്റർ ബേസ് ചെയ്ത് വേറൊരു പാരാമീറ്റർ വേരി ചെയ്യുക, അത്രേ ഉള്ളൂ. സോ അതും ബൈഹാർട്ട് ചെയ്യാനും റിമെമ്പർ ചെയ്യാനും ഈസിയാണ്. കുറച്ചെങ്കിലും ടഫ് ഉള്ള കാര്യം ഈ ഡെറിവേഷൻ ഓഫ് ടെർമിനൽ കറന്റ് ആണ് കുറച്ചും കൂടെ ടഫ് ഉള്ളത്. ഓക്കെ, അതും എഗെയിൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എഴുതിയാൽ പഠിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഐഡിയൽ ഡയോഡ് ഇക്വേഷനായിട്ട് നോക്കുമ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് ഞാൻ പറയില്ല. പക്ഷെ എന്നിരുന്നാലും ആദ്യം ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ പഠിക്കുക, എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ അതനുസരിച്ച് ഇത് പഠിക്കുക. ഓക്കെ, കൺഫ്യൂസിംഗ് ആയി പോകരുത്. ഐഡിയൽ ഡയോഡ് ഇക്വേഷൻ സ്കിപ്പ് ചെയ്ത് പോകരുത്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ? മോഡ്യൂൾ 2 നമ്മൾ ഏകദേശം കംപ്ലീറ്റ് ആയി. അടുത്ത് പറയാൻ പോകുന്നത് മോഡ്യൂൾ 3 ആണ്. മോഡ്യൂൾ 3-ൽ മെയിൻ ആയിട്ടും 3 ടോപ്പിക്സ് ആണ് ഉള്ളത്. ഒന്ന് മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട്, ദെൻ സെക്കൻഡ് ഐഡിയൽ മോസ് കപ്പാസിറ്റർ, ദെൻ തേർഡ് വൺ മോസ്ഫെറ്റ്. ഈ 3 ടോപ്പിക്കിൽ എഗെയിൻ പറഞ്ഞ പോലെ ഈ 3 ടോപ്പിക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് ഈ 3 ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. കാരണം ഒരു ടോപ്പിക്ക് സ്കിപ്പ് ചെയ്ത് ഒരിക്കലും എക്സാം ഇടാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഈ പറയുന്ന 3 ടോപ്പിക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഫസ്റ്റ് ടോപ്പിക്ക് മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്റ്റും അതുപോലെ ലാസ്റ്റ് വൺ ഈ പറയുന്ന മോസ്ഫെറ്റും, ആ പറയുന്ന 2 ടോപ്പിക്കിലും സിലബസിൽ കാര്യങ്ങൾ കുറവാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം അത് ഈസിലി പഠിക്കും. കുറച്ച് നാൾ പഠിച്ചാൽ മതി, കുറച്ച് നാൾ പഠിച്ചാലും മതി, നമുക്ക് ഈസിലി ആ ഫുൾ മാർക്ക് വേണ്ടി സ്കോർ ചെയ്യാനും പറ്റും. അങ്ങനത്തെ ടൈപ്പ് ടോപ്പിക്കുകളാണ് ഈ മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്റ്റും ഈ പറയുന്ന മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ. അതിൽ മെറ്റൽ സെമി കണ്ടക്ടർ കോണ്ടാക്ട് നോക്കുക, 4 ടോപ്പിക്കാണുള്ളത്. പക്ഷെ 4 ടോപ്പിക് ഉണ്ടെന്ന് അറിയേണ്ട കാര്യമൊന്നുമില്ല, അതെല്ലാം സിമ്പിളാ. ചുമ്മാ ആ ഇലക്ട്രോൺ അഫിനിറ്റി ആൻഡ് വർക്ക് ഫംഗ്ഷൻ അതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ, ഈസിലി ബൈഹാർട്ട് ചെയ്യാം, ഷോർട്ട് ആൻസർ വരാനുള്ളതാണ്. ദെൻ ഓമിക് കോണ്ടാക്ട്, റെക്ടിഫൈങ് കോണ്ടാക്ട്. ഓക്കെ, അപ്പൊ മെറ്റൽ N ടൈപ്പ് ചോദിക്കാം, P ടൈപ്പ് ചോദിക്കാം. അതിന് ആകെ അറിയേണ്ട ഒരു ടേബിൾ അറിയാം. എന്ന് വെച്ചാൽ മെറ്റൽ N ടൈപ്പ് ഒരു ഓമിക് ആയിട്ട് വന്നെങ്കിൽ എന്താണ് കണ്ടീഷൻ, ഒരു വർക്ക് ഫംഗ്ഷൻ വെച്ചുള്ള കണ്ടീഷൻ ഉണ്ട്. അതുപോലെ റെക്ടിഫൈങ് ആണെങ്കിൽ എന്താണ് കണ്ടീഷൻ, അത് ഓയിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഈസിലി അതിന്റെ ബാൻഡ് ഡയഗ്രം വരയ്ക്കാൻ പറ്റും, വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതിനകത്ത് വരുന്ന ബാൻഡ് ഡയഗ്രം വരയ്ക്കാനുണ്ട്, വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഓക്കെ, അത് ഈസിലി പഠിക്കാൻ പറ്റുന്നത് തന്നെയാണ്. നമുക്ക് ഈ പറയുന്ന 2ഉം 3ഉം ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ മീൻസ് CV ക്യാരിയ. നോർമൽ ഡയോഡിന്റെ ക്യാര പോലെ തന്നെയാണ് റെക്ടിഫൈ ആകുമ്പോൾ ബിഹേവ് ചെയ്യണേ. ദെൻ ഒരു റെസിസ്റ്ററിന്റെ ക്യാര പോലെയാണ് അത് ഓമിക് ആകുമ്പോൾ ബിഹേവ് ചെയ്യുമ്പോൾ. ഒരു സിമ്പിൾ ആയുള്ള ഒരു ഗ്രാഫേ ഉള്ളൂ, അതിന് വലിയ ഈ പറഞ്ഞ കാര്യമൊന്നുമില്ല. പേര് കേട്ടാൽ കറണ്ട് വോൾട്ടേജ് ക്യാരാന്ന് വിചാരിക്കും, സിമ്പിൾ ആയുള്ള വേവ് ഫോമേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ മോഡ്യൂൾ 3-ൽ ഈ ഫസ്റ്റ് ടൈം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്, അത് മസ്റ്റ് ആയിട്ട് പഠിച്ചിട്ടേ പോകാവുള്ളൂ. അത് അത്രയും പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ലാതാനും കേട്ടോ. ദെൻ അപ്പൊ നമ്മൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. സെക്കൻഡ് എന്താണ്, മോസ് കപ്പാസിറ്റർ ആണ്. എന്നുവെച്ചാൽ ഐഡിയൽ മോസ് കപ്പാസിറ്റർ. ആ ഐഡിയൽ മോസ് കപ്പാസിറ്ററിൽ ഞാൻ പറഞ്ഞു കുറച്ചും കൂടെ ബാക്കിയോട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ലെങ്തി ആണ് ആ പറയുന്ന ടോപ്പിക്ക്. പക്ഷെ എന്നിരുന്നാലും അതിനകത്ത് തന്നെ നമുക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള കുറെ ടോപ്പിക്സുകളുണ്ട്. ഈ ഐഡിയൽ മോസ് കപ്പാസിറ്ററിന്റെ ഈ ഫസ്റ്റ് ഇല്ലേ, അതിന്റെ ബാൻഡ് ഡയഗ്രം അറ്റ് ഇക്വിലിബ്രിയം, അത് കോമൺലി യൂണിവേഴ്സിറ്റിക്ക് വരാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അത് ഐഡിയൽ മോസ് കപ്പാസിറ്ററിന്റെ ബാൻഡ് ഡയഗ്രം അറ്റ് ഇക്വിലിബ്രിയം, അക്യുമുലേഷൻ, ഡിപ്ലീഷൻ ആൻഡ് ഇൻവേർഷൻ, ഓരോ കേസിലും അത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യണമെന്നുള്ളത്. ഓക്കെ, അത് ഉറപ്പായിട്ടും പഠിക്കണം. പിന്നെ ഉള്ളത് CV ക്യാരിയ ഉണ്ട്. അത് കപ്പാസിറ്റൻസ് വേഴ്സ് വോൾട്ടേജ്, ഒരു ഗ്രാഫ് വരയ്ക്കാനേ ഉള്ളൂ. ആ ഗ്രാഫ് വരയ്ക്കുക, അതോട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വർക്കിംഗ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുക, അത് ഈസിയാണ്. ആ ഗ്രാഫ് എളുപ്പമാണ്. പിന്നെ വരാറുള്ള ഈ ടോപ്പിക്കാണ് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അതിനുവേണ്ടി കുറച്ചൊരു 4 ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് വോൾട്ടേജ് ഇക്വേഷൻ വരുള്ളൂ. ആ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണിത്, കൂടുതൽ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. ചുമ്മാ 5 ms VFB മൈനസ് ഈ പറഞ്ഞ 2 × 5i പ്ലസ് എന്നുള്ള സിമ്പിൾ ആയിട്ട് ഇക്വേഷൻ ആണ്.
ആ ഇക്വേഷൻ ഈസിലി ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന 6th വണ്ണും നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റും. സോ ഈ പറയുന്ന മോഡ്യൂൾ 3 മോസ് കപ്പാസിറ്റർ എന്ന ഏരിയയിൽ മസ്റ്റായിട്ടും ബാൻഡ് ഡയഗ്രം പഠിച്ചിട്ടേ പോവാളൂ, CVK പഠിച്ചിട്ടേ പോവാളൂ, അതുപോലെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്ത് പോവുക. ഓക്കെ, ബാക്കി ടൈം അനുസരിച്ച് ഈ ടോപ്പിക്കും പഠിക്കണം. മേ ബി ചോദിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞത്. ഞാൻ ഇപ്പൊ കാണിച്ചിരിക്കുന്ന 1, 3, 4, 6 ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റൻ എങ്കിലും വന്നിരിക്കും. നമുക്ക് ഒന്നും ഇല്ലാണ്ട് ബ്ലാങ്ക് ആയി പോകുന്ന ഒരു അവസ്ഥ വരില്ല. അതുകൊണ്ടാണ് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു കളറിൽ കൊടുത്തത്. ഫൈൻ. ദെൻ ഇനി മോഡ്യൂൾ 3 ഒരു ടോപ്പിക് കൊണ്ട് ഏതാ? മോസ്ഫെറ്റ്. അത് ഞാൻ പറഞ്ഞത് അതിലെല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റാ. മോസ്ഫെറ്റ് അല്ല, ഒരു ടോപ്പിക്ക് പോലും സ്കിപ്പ് ചെയ്ത് പോകരുത്. എളുപ്പമാണ്. സിമ്പിൾ ഈ പറഞ്ഞ മോസ്ഫെറ്റ് സ്ട്രക്ചർ വരിക എളുപ്പമുള്ളതാണ്. വർക്കിംഗും എളുപ്പം തന്നെയാണ്. നമ്മൾ മോസ് കപ്പാസിറ്റർ വർക്കിംഗ് മനസ്സിലായെങ്കിൽ ആ സെയിം ലോജിക്ക് വെച്ചാണ് മോസ്ഫെറ്റ് വർക്ക് ചെയ്യണേ. ഫൈൻ. ദെൻ അത് ഡ്രെയിൻ ക്യാരി ഉണ്ട്, ട്രാൻസ്ഫർ ക്യാരി ഉണ്ട്. അത് വരയ്ക്കാൻ എളുപ്പമാണ്. BJTയുടെ ക്യാര ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം ഷേപ്പിനകത്ത് വരുള്ളൂ. പിന്നെ വരുന്നത് ഡ്രെയിൻ കറണ്ടിന്റെ ഡെറിവേഷൻ ഉണ്ട്. ആ ഡെറിവേഷൻ നമ്മൾ കമ്പയർ ടു മോഡ്യൂൾ 1 ഡെറിവേഷനോട് കമ്പയർ ചെയ്യുമ്പോൾ ഈ മോഡ്യൂൾ 3 ഈ ഡെറിവേഷൻ വളരെ സിമ്പിൾ ആണ്. അത്രയും പോലും ലെങ്തി ഇല്ല. നമുക്ക് ഈസിലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഈസിലി പഠിക്കാൻ പറ്റുന്ന ഡെറിവേഷൻ ആണ് ഈ പറയുന്ന ഡെറിവേഷൻ. പിന്നെ പ്രോബ്ലം ഉണ്ട്. ഇത് പ്രോബ്ലം ചെയ്യാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ ആകെ 2 ഇക്വേഷൻ പഠിച്ചാൽ മതി. ലീനിയർ ആകുമ്പോൾ ഒരു ഇക്വേഷൻ ഉണ്ട് IDക്ക്, ദെൻ സാച്ചുറേഷൻ ആകുമ്പോൾ വേറൊരു ഇക്വേഷൻ ഉണ്ട്. ആ 2 ഇക്വേഷൻ കമ്പയർ പഠിക്കാൻ എളുപ്പമാണ്. കാരണം ലീനിയർ ആകുമെന്നുള്ളത് ഒരു μ(C)(W/L) ഇൻറ്റു VGS മൈനസ് VT ഇൻറ്റു VDS മൈനസ് എന്നുള്ളത് സിമ്പിൾ ഇക്വേഷൻ ആണ്. ആ ഇക്വേഷനിൽ തന്നെ ഒരു കണ്ടീഷൻ വരുമ്പോഴാണ് അടുത്ത ഇക്വേഷൻ വരുന്നത്. അത് ബൈ ഹാർട്ട് ചെയ്യാനും എളുപ്പമാണ്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക്കിന് ഫുൾ മാർക്കും നമുക്ക് ഈസിലി സ്കോർ ചെയ്യാം. ക്ലിയർ? മനസ്സിലാവുന്നു. ദെൻ അടുത്ത ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് മൂവ് ഓൺ ചെയ്യുക. മോഡ്യൂൾ 4. ഈ മോഡ്യൂൾ 4 ഞാൻ പറഞ്ഞതിൽ ഉറപ്പായിട്ടും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന 100% ഷുവറുള്ള ഒരു ടോപ്പിക്കാണ് മോഡ്യൂൾ 4. പിന്നെ അതിനകത്തേക്ക് നമുക്ക് ടോട്ടൽ 5 ടോപ്പിക്സ് ഉണ്ട്. ഈ 5 ടോപ്പിക്സിനും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അതിന് ഡെറിവേഷൻ കാര്യമായിട്ടില്ല. ജസ്റ്റ് ഈ പറയുന്ന എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ. അത്രയും ഈ പറയുന്ന ലെങ്തി ആയിട്ടുള്ള മോഡ്യൂളും അല്ല, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മോഡ്യൂളാണ്. ആദ്യത്തെ പാർട്ട് മോസ്ഫെറ്റ് സ്കെയിലിംഗ്. ഉറപ്പായിട്ടും മോസ്ഫെറ്റ് സ്കെയിലിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാം. അത് മേ ബി ഷോർട്ട് ആൻസറിലാവാം, ഇല്ലെങ്കിൽ എസ്സേയുടെ ഒരു പാർട്ടായിട്ടായിരിക്കാം. എന്താണ് മോസ്ഫെറ്റ് സ്കെയിലിംഗ്, നീഡ് ഫോർ സ്കെയിലിംഗ് എന്താണ്, ദെൻ ഏതൊക്കെ ടൈപ്പ് ഓഫ് സ്കെയിലിംഗ് ഉണ്ട്, കോൺസ്റ്റന്റ് വോൾട്ടേജും ഉണ്ട്, കോൺസ്റ്റന്റ് ഫീൽഡും ഉണ്ട്. ഓക്കെ, പിന്നെ ടോപ്പിക്കാണ് സബ് ത്രെഷോൾഡ് കണ്ടക്ഷൻ. അതൊരു സെപ്പറേറ്റ് ടോപ്പിക്കായിട്ടാണ് വരുന്നത്. അത് മേ ബി ചോദിക്കാതിരിക്കാം. ഞാൻ പറയും ഓപ്ഷനാന്ന് പറയും. പക്ഷെ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ദെൻ അടുത്തത് ഈ പറഞ്ഞ തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ചാനൽ എഫക്റ്റ് ആണ്. ഈ ഷോർട്ട് ചാനൽ എഫക്റ്റ് തന്നെയാണ് ഈ പറയുന്ന ഒരു 5 എഫക്ട്സ് ഉണ്ട്. ചാനൽ ലെങ്ത് മോഡുലേഷൻ, DIBL, ഡ്രെയിൻ ഇൻഡ്യൂസ്ഡ് ബാരിയർ ലോവറിംഗ്, വെലോസിറ്റി സാച്ചുറേഷൻ, ത്രെഷോൾഡ് വോൾട്ടേജ് വേരിയേഷൻ ആൻഡ് ഹോട്ട് കാരിയർ എഫക്ട്. സോ ഈ പറയുന്ന 5 എണ്ണത്തിൽ നിന്ന് ഉറപ്പായിട്ടും ഏത് വേണമെങ്കിലും ചോദിക്കാം. ചിലപ്പോൾ മേ ബി ഇനി 3 എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സ്പെസിഫിക് ആയിട്ട് 3 ഏതെങ്കിലും 3 സ്പെസിഫിക് ആയിട്ട് പറഞ്ഞ് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ മേ ബി സ്പെസിഫിക് ആയിട്ട് ഇന്നത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് 5 എണ്ണവും ഇമ്പോർട്ടൻ്റ് ആ, അതിലൊന്നും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഏത് വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് എക്സാം ചോദിക്കാം. ദെൻ ലാസ്റ്റ് വരുന്ന ടോപ്പിക്കാണ് ഫിൻഫെറ്റ്. ഫിൻഫെറ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ ആണ്. അതിന് കാര്യമായിട്ടൊന്നുമില്ല, സ്ട്രക്ചർ ജസ്റ്റ് ബൈ ഹാർട്ട് ഓർത്തിരിക്കുക. ക്യാര സെയിം ആസ് മോസ്ഫെറ്റിന്റെ ക്യാരിയാണ്. വർക്കിംഗ് സെയിം ആസ് മോസ്ഫെറ്റ് ആണ്. ഒള്ളി ഡിഫറൻസ് ആ സ്ട്രക്ചർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ മെയിൻ ആയിട്ടുള്ളത് നമുക്ക് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ദിസ് എ പാർട്ട് 1, ദിസ് എ പാർട്ട് 2, ദിസ് എ പാർട്ട് 3. അപ്പൊ ഈ പറഞ്ഞ 3 പാർട്ടിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഫസ്റ്റ് പാർട്ട് സ്കെയിലിംഗ്, സെക്കൻഡ് പാർട്ട് ഷോർട്ട് ചാനൽ എഫക്ട്, തേർഡ് പാർട്ട് ഫിൻഫെറ്റ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഏകദേശം ഞാൻ ഈ മോഡ്യൂൾ 4 വരെ കവർ ചെയ്തു. ഏകദേശം നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഓരോ മോഡ്യൂളിനകത്തും ഇത് വരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞില്ലേ? മീനിങ് എന്താണ്? നമുക്ക് ഈ പറഞ്ഞ സബ്ജക്ട് നമുക്ക് ഈസിലി പാസ്സാവാൻ പറ്റും. കാരണം കുറച്ച് ഏരിയയിൽ ചോദിച്ചിരിക്കും, കുറച്ച് ഇക്വേഷൻ മാത്രം ബൈഹാർട്ട് മതി, കുറച്ച് ഡെറിവേഷൻ പഠിച്ചാൽ മതി. അതുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മസ്റ്റായിട്ടും ഈ സബ്ജക്ട് പാസ്സാവാൻ നോക്കുക. ഈ പറഞ്ഞ രീതിയിൽ അത് ബൈഹാർട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ ആപ്പിനകത്ത് ഈ പറഞ്ഞ വീഡിയോസും കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ എക്സ്ട്രാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ കവറപ്പ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്. അതെല്ലാം കണ്ട് ഉറപ്പായിട്ടും എക്സാം നന്നായിട്ട് പഠിക്കുക. എല്ലാവരും എക്സാമിന് പാസ്സാവുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.